ഇന്നത്തേത് ഒരു ഒഴിവ് ദിവസ കഥയാണ്, അഥവാ ഒരു ഡേ ഇൻ അവർ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് അങ്ങനെ ജോലിയൊന്നുമില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ നേരത്തെ എഴുന്നേൽക്കും. കാരണം ഈ ദിവസങ്ങളിലാണ് പൊതുവെ ബ്രേക്ക്ഫാസ്റ്റിന് ചില പരീക്ഷണങ്ങളൊക്കെ നടത്താറുള്ളത്. അങ്ങനെ കഴിഞ്ഞ തവണ ചിന്നു നടത്തിയ പരീക്ഷണത്തിന്റെ ഫലമായിരുന്നു 3 ദിവസം നീണ്ടുനിന്ന ഛർദിയും വയറിളക്കവും. അതുകൊണ്ട് തന്നെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് വീണ്ടും ഒരു പരീക്ഷണത്തിന് മുതിരുന്നത്. ഇനി കഴിഞ്ഞ തവണത്തെ ചിന്നുവിന്റെ പരീക്ഷണത്തിന്റെ പേരായിരുന്നു തമാശ, റണ്ണിംഗ് ചിക്കൻ പുട്ട്. പക്ഷേ ചിക്കന് പകരം ഓടിയത് മുഴുവൻ ഞാനാണെന്ന് മാത്രം. അങ്ങനെ രാവിലത്തെ ചായ കുടിയും കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും കൂടെ നേരെ അടുക്കളയിലേക്ക് കയറി. അപ്പോൾ ഇന്നത്തെ എന്റെ പരീക്ഷണത്തിന്റെ പേരാണ് ബീട്രൂട്ട് ദോശ. ആദ്യം ഒരു ജാറിലേക്ക് ഒരു ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത്, ഒരു പച്ചമുളക്, പിന്നെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി എന്നിവയിട്ട് നല്ലോണം അരച്ചെടുക്കുക. എന്നിട്ട് അതിനെ നമ്മുടെ ദോശമാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ അങ്ങോട്ട് ദോശക്കല്ല് ചൂടാക്കുക, മാവ് ഒഴിച്ചു കൊടുക്കുക. ജീവിതത്തിൽ എത്ര തവണ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ തോറ്റുപോയിട്ടുള്ളത് ദേ ഈ ഒരു കാര്യത്തിലാണ്, വട്ടത്തിലൊരു ദോശ ചുടാൻ. ഒടുവിൽ ചിന്നു തന്നെ കളത്തിലിറങ്ങേണ്ടി വന്നു. ഒരു വിധത്തിൽ കക്ഷി സംഗതി ഒപ്പിച്ചെടുക്കാൻ തുടങ്ങി. ആ സമയം കൊണ്ട് ഞാനൊരു ഉഗ്രൻ തേങ്ങാ ചമ്മന്തിയും കൂടെ ഒരു ABC ജ്യൂസും റെഡിയാക്കി. ഇനി ഹെൽത്തി ഫുഡ് ഇല്ല എന്നുള്ള പരാതി വേണ്ട. TV കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് ചെറുപ്പം മുതലേ കേട്ട് ശീലിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ രണ്ടാൾക്കും TV ഇല്ലാത്ത ഭക്ഷണത്തിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റാറില്ല. അങ്ങനെ എന്നത്തെയും പോലെ എന്ത് കാണണമെന്ന് പരുതുമ്പോഴായിരുന്നു C5 നമ്മുടെ ആസിഫിക്കയുടെ ആഭ്യന്തര കുറ്റവാളി ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, അത് തന്നെ അങ്ങോട്ട് ഉറപ്പിച്ചു. പിന്നെ C5 നിങ്ങൾക്കറിയാൻ സാധ്യതയില്ലാത്ത ഒരു ഗംഭീര ട്രിക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. വെറും 99 രൂപയ്ക്ക് ഒരു മാസത്തേക്കുള്ള C5 സബ്സ്ക്രിപ്ഷൻ എടുത്താൽ ഈ പറഞ്ഞ പുതിയ റിലീസുകൾ മുതൽ എല്ലാ മലയാള കണ്ടന്റ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെയുണ്ട്? ലാഭമല്ലേ? അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കണ്ടു തുടങ്ങിയ സിനിമ ഒറ്റ ഇരിപ്പിൽ ഞങ്ങൾ രണ്ടാളും കൂടെ കണ്ടു തീർത്തു. കോർട്ട് റൂം ഡ്രാമകൾ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് ആഭ്യന്തര കുറ്റവാളി നല്ലോണം ഇഷ്ടമായി എന്ന് തന്നെ പറയാം. അപ്പോഴാണ് പഞ്ചനെ ഇന്ന് രണ്ടാമത്തെ സർവീസിന് കൊടുക്കാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിരുന്ന കാര്യം ഓർമ്മ വന്നത്. ഒട്ടും വൈകിപ്പിക്കാതെ വേണുവിന്റെ മുതലാളിയെയും കൂട്ടി സർവീസ് സെന്ററിലേക്ക് തിരിച്ചു. ദേ ഇതാണ് വേണു. പഞ്ചിനെ പഞ്ചൻ എന്ന സ്നേഹത്തോടെ വിളിക്കുന്നത് പോലെ ചിന്നുവിന്റെ വെന്യുവിനെ ഞാൻ വിളിക്കാറുള്ളത് വേണു എന്നാണ്. അങ്ങനെ സർവീസ് സെന്ററിൽ വണ്ടിയും കൊടുത്ത് ഞങ്ങൾ നേരെ പോയത് സൺറൈസ് ഹോസ്പിറ്റലിലേക്കാണ്. കുറച്ചു ദിവസം മുന്നേ ചെയ്ത ഹെൽത്ത് ചെക്കപ്പിന്റെ ബാക്കിയും പൂർത്തിയാക്കി റിസൾട്ടുകളും മേടിച്ചിറങ്ങി. ഭാഗ്യവശാൽ രണ്ടാൾക്കും പറയത്തക്ക രീതിയിൽ കുഴപ്പങ്ങളൊന്നുമില്ല. ആകപ്പാടെ ഈ ഓടി നടന്നുള്ള ഭക്ഷണം കഴിപ്പ് കാരണം എനിക്ക് ലേശം കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ച് ഫ്ളാറ്റിലെത്തിയതും ഞങ്ങൾ രണ്ടാളും കൂടെ കുപ്പായവും മാറ്റി നടക്കാനിറങ്ങി. പണ്ട് സ്ഥിരമായി വ്യായാമം ചെയ്തുകൊണ്ടിരുന്ന ഞാൻ കല്യാണത്തിന് ശേഷമാണ് മടിയനായി തുടങ്ങിയതെന്ന് പരക്കെ ഒരു പറച്ചിലുണ്ട്. അങ്ങനെ നടത്തത്തിനിടയിലാണ് ഇദ്ദേഹം മുന്നിൽ വന്ന് ചാടിയത്. ഇതാണ് ഞങ്ങളുടെ സുഹൃത്തായ ജയവിഷ്ണു. ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന പെറ്റ് ഡിറ്റക്റ്റീവിന്റെ എഴുത്തുകാരിൽ ഒരാൾ. പെറ്റ് ഡിറ്റക്റ്റീവ് മാത്രമല്ല, മധുരമനോഹര മോഹം, ഇനി ഇറങ്ങാൻ പോകുന്ന ചിന്നു കൂടെ ഭാഗമായിട്ടുള്ള മധുവിധു എന്നീ സിനിമകളുടെയും തിരക്കഥകളിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ട്. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ അല്പനേരം ചില സിനിമാ സൊറകളും പറഞ്ഞിരുന്നപ്പോഴത്തേക്കും ഈ ഒഴിവ് ദിവസവും കടന്നുപോയി. അപ്പോൾ അടുത്ത കഥയുമായി ഉടനെ തന്നെ വരാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കൂടെ വിമർശനങ്ങളും. അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ.